നമ്മൾ ക്യാൻറ്റീനിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ മഞ്ഞ ഡ്രസ്സിന് മഞ്ഞ പൊട്ടാ കാണുന്നത് പോലും ഇല്ല. ഹലോ, നമ്മൾ ആർമി ക്യാൻറ്റീനിൽ പോവുകയാണ് കേട്ടോ. എല്ലാ മാസവും പോവാറുണ്ട്. ഈയിടെയായിട്ട് ഞാൻ എവിടേക്ക് റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ബേബി ഹെയർസാണ്. മുന്നേ ഞാനൊരു ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി ഹെയർസ് കട്ട് ചെയ്ത ആളാണ് വളരുക എന്ന് പറഞ്ഞിട്ട് വെട്ടിയതാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ എവിടേക്ക് ഇറങ്ങുമ്പോഴും എന്നെക്കാളും മുമ്പ് എൻ്റെ ബേബി ഹെയർസാണ് മുന്നേ പോകുന്നത്. നമ്മൾ ഏകദേശം ക്യാൻറ്റീൻ എത്താനായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം വണ്ടികളൊക്കെ കുറവാണ്. അതുകൊണ്ട് സാധനങ്ങളും കുറവായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ക്യാൻറ്റീൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കുന്നില്ല. പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ പോയിട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വരാം. നമുക്ക് മെയിനായിട്ട് ഗ്രോസറി ഐറ്റംസ് ആണ് ആവശ്യമുള്ളത്. അതൊരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് കിട്ടും. കൂടുതലായിട്ടും ക്ലീനിങ് പർപ്പസിനായിട്ട് ഉള്ള ഐറ്റംസ് ഒക്കെയാണ്. അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസും കൂടുതലായിട്ട് നമുക്ക് കാണാം. പക്ഷേ എല്ലാം നമുക്ക് ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. അതായത് സോപ്പ്, ചായപ്പൊടി, സാനിറ്ററി നാപ്കിൻ, ഇതെല്ലാം കൃത്യമായിട്ടുള്ള എണ്ണം, തൂക്കം അതൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രോസറി ഐറ്റംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ഐറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ മെസ്സേജൊക്കെ വന്നിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചായയും ബജ്ജിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ആർമി ക്യാൻറ്റീനിൽ പോകുന്നവർക്കറിയാം അതൊരു വീക്ക്നെസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം. അതായത് നമ്മൾ കുറച്ച് റേറ്റ് കുറവായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്നാൽ ഒന്ന് വാങ്ങേണ്ട സ്ഥലത്ത് നമുക്ക് 2 എണ്ണം വാങ്ങാം, 3 എണ്ണം വാങ്ങാം എന്നൊരു ടെൻഡൻസി വരും. അതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സെക്കൻഡ് പോയിന്റാണ്. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വാങ്ങിപ്പോവും. നമ്മൾ 100 രൂപ കൊണ്ടൊരു സാധനം വാങ്ങാനായിട്ടാണ് വന്നതെങ്കിൽ അവിടെ മിനിമം ഒരു 130 അല്ലെങ്കിൽ 150 വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അല്ലാന്ന് പറയാൻ പറ്റുമോ? ക്യാൻറ്റീനിൽ പോകുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ 100 രൂപയ്ക്കുള്ളൊരു ഐറ്റം വാങ്ങാനായിട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു 130 രൂപയ്ക്കെങ്കിലും ഐറ്റം വാങ്ങിയിട്ടുണ്ടാകും. ഒരു സാധാരണ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും അടുത്ത കടയിൽ നിന്ന് കുറച്ച് വാങ്ങിച്ച പോലെ. ഒരു കാര്യം ഷുവറാണ് കേട്ടോ, നമുക്ക് ക്വാളിറ്റി വൈസ് സൂപ്പർ സാധനമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഒരൊറ്റ നെഗറ്റീവ് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പർച്ചേസിങ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കാണുന്ന സമയത്ത് ഇവരെന്തിനാണ് ഇത്രയും ഈ ട്രോളി മുഴുവൻ ഐറ്റംസ് ആണല്ലോ, ഒരു മാസത്തേക്കൊക്കെ ഇവർ ഇത്രയും കൺസ്യൂം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തോന്നും. തീർച്ചയായിട്ടും അത് ചെറിയ ക്വസ്റ്റ്യൻ ആണ്. പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ കടയിൽ പോകുമ്പോൾ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു 2 ബിസ്ക്കറ്റൊക്കെ വാങ്ങും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മളൊരു 10-15 എണ്ണമൊക്കെ ഉള്ള ഒരു വലിയ പാക്ക് വാങ്ങും. നമ്മൾ ഒരു മാസത്തേക്കാന്ന് വെച്ചിട്ടാണ് വാങ്ങുന്നത്. അപ്പം ഇത് ഒരുപാട് നമ്മുടെ ഷെൽഫിലിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴിച്ചില്ലേ. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ കൺസ്യൂം കൂടും, നമ്മൾ കഴിക്കുന്നത് കൂടും, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും കൂടും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ശരിയാണ്, ഞാൻ ഒരു മാസം ഇത്രയും ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ചിലവിലാണ് ശരിക്കും ഒരു 90% പേരും പർച്ചേസ് ചെയ്യുന്നത്. നമുക്കത് ലിമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. നമ്മളങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ചെറിയ മഴച്ചാട്ടിലൊക്കെ ഉണ്ട്, എന്നാലും ഒരു തെളിഞ്ഞ ക്ലൈമറ്റ് ആണ്. ഹലോ, അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് വന്നു കേട്ടോ. ക്യാൻറ്റീനിൽ എന്തൊക്കെ വാങ്ങിയത് എന്നുള്ളത് കാണിച്ചു തരാം. ഇന്ന് അധികം സാധനമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആദ്യത്തെ ഐറ്റം. ഇത് ബിക്കാനോടെ പഞ്ചീരി ലഡു ആണ് കേട്ടോ. എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലഡു ആണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗോതമ്പ് കൊണ്ടുള്ളതാണ്. ഗോതമ്പും അതുപോലെ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലഡു ആണ് കേട്ടോ. ബിക്കാനോടെ പഞ്ചീരി ലഡു. അപ്പം ഇത് മാക്സിമം ഞാൻ കണ്ടു കഴിഞ്ഞ് വാങ്ങാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ അരിഞ്ഞു പോവും. അങ്ങനെ ഒരു തരിതരിയായിട്ടൊക്കെ ഉള്ള ഒരു ലഡുവാണ്. അപ്പോൾ ഇതിന് പാക്ക് പൊട്ടിക്കുമ്പം ഇതിൽ ഷോർട്ട്സ് ഇടാം കേട്ടോ. നെക്സ്റ്റ് സോനിന് വേണ്ടിയിട്ട് ഒരു ചോക്കോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കമ്പാനിയൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഇടയ്ക്ക് സോനിന് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തു വിടാനൊക്കെ ആയിട്ട്, പിന്നെ ഇടയ്ക്ക് ഞാനും സ്നാക്സ് ആയിട്ട് ഇടയ്ക്ക് എടുത്ത് കഴിക്കാറുണ്ട്. അതുപോലെ ബിക്കാനോടെ ഒരു ഷാഹി മിക്സ്ചർ. ഇതിൽ ഞാൻ എപ്പോഴും പല ടൈപ്പ് മിക്സ്ചർ അവിടെ കാണാറുണ്ട് കേട്ടോ. അത് എരിവും ഉപ്പൊക്കെയുള്ള മിക്സ്ചറൊക്കെ കാണാറുണ്ട് അവിടെ. അപ്പം ഞാൻ ഒരു വട്ടം ഇതുപോലെ നംകീൻ എഴുതിയിട്ടുള്ള ഒരു മിക്സ്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയ സമയത്ത് വീട്ടിൽ വന്ന് കഴിച്ച് നോക്കുമ്പോൾ വായിൽ വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റാണ്, ഒരു പുളി പോലൊരു ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇത് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പം നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൻ്റെ ശേഷം ഞാൻ എപ്പോൾ വാങ്ങുമ്പോഴും നമുക്ക് ഇന്ന് എഴുതി മിക്സർ ഞാൻ വാങ്ങാറേ ഇല്ല. അതിൻ്റെ പകരം ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസി എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, സ്വീറ്റ് ആൻഡ് സ്പൈസി എന്ന് എഴുതിയിട്ടുള്ള മിക്സർ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് ഫാമിലി പാക്കാണ്. ഇത് 400 ഗ്രാമിൻ്റെ ഫാമിലി പാക്കാണ് കേട്ടോ. ഇതിൽ 140 രൂപയ്ക്കാണ് എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പം ഒരു കിലോ മിക്സറിനൊരു നല്ലൊരു മിക്സറിന് 300 രൂപ, അപ്പോൾ 1/2 കിലോന് 150 രൂപ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നണം. പിന്നെ നമ്മളിത് അവിടുന്ന് കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതൊക്കെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അത് എന്താ അറിയില്ല, കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക്
ഓക്കെ സൂപ്പർ എന്ന് തോന്നും. അതുപോലെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അടുത്ത ഐറ്റം വാഗ് ബക്കറിയുടെ ചായപ്പൊടി. ഇതിൽ 1/2 കിലോന് ഇതിൽ 300 രൂപയാണ് ഇതിൽ എഴുതിയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതും നല്ല ചായപ്പൊടിയാണ് കേട്ടോ. എനിക്ക് പൊതുവെ ചായ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അടുക്കളയിലൊക്കെ ചായ വയ്ക്കുമ്പോൾ ഹോളിലൊക്കെ നമ്മുടെ ഗസ്റ്റ് ആരിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല ചായയുടെ മണം അങ്ങനെ വരും. പിന്നെ ഞാൻ കടുത്തൊരു ചായപ്രേമി ആയതുകൊണ്ട് ചായയുടെ ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് പുതിയ പുതിയ ചായപ്പൊടികളെ കണ്ട് ഞാൻ എന്തായാലും വാങ്ങും, എന്തായാലും ട്രൈ ചെയ്തിരിക്കും. ഓണൊക്കെ വരാൻ പോകല്ലേ, അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡ്, നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓണത്തിന് നമുക്ക് പായസമൊക്കെ വയ്ക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി അടുത്തൊരു ഗ്രോസറി ഐറ്റംസ് കൂടി വരും. അതായത് ഓണം പ്രമാണിച്ചിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് വരും. അതിന് മുമ്പുള്ള ട്രിപ്പാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ പോയിരിക്കുന്നത്. അപ്പം സാധനങ്ങൾ ഐറ്റംസൊക്കെ കുറവായിരുന്നു. ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ, ലിക്വിഡ് ഡിറ്റർജൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പം പായസം വെക്കാനുള്ള മിൽക്ക് മെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണല്ലോ മെയിൻ വേണ്ടത്. ഓട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉപ്മാവ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വാങ്ങുന്നതാണ്. വല്ലതൊക്കെ 1-2 പാക്കറ്റൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഹോർലിക്സ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അല്ലേ, ബൂസ്റ്റ് ആണല്ലേ അത്. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി ആണല്ലേ. അപ്പം ഇടയ്ക്കൊക്കെ ലിക്വിഡ് കുടിക്കാനായിട്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കൊരു റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോർലിക്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് പാലൊക്കെ കുടിക്കാറുണ്ട്. എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, ഇപ്പോഴത്തെ ഹോർലിക്സിൽ കുറച്ചുകൂടി ഷുഗർ അവർ ആഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ചിടുമ്പോൾ എനിക്ക് ഇത്തിരി മധുരം വേണം. പാൽ കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹോർലിക്സ് ഒക്കെ എടുക്കുമ്പോൾ അത് കുടിച്ചു എന്നുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മധുരം വേണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഹോർലിക്സ് ഇടുന്നതിൻ്റെ കൂടെ ഒരു നുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്യും കേട്ടോ. അപ്പം നല്ല നമ്മുടെ ഒരു ഇഷ്ടത്തിനുള്ളൊരു മധുരം കിട്ടും. പക്ഷേ ഇപ്പോൾ ഹോർലിക്സ് ഇട്ടിട്ട് ഇത്തിരി മധുരം കൂടി ഇടുമ്പോഴേക്കും നമുക്ക് എക്സ്ട്രാ മധുരം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഹോർലിക്സിലും ഒരുപാട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം. പിന്നെ നമ്മളൊരു ചായപ്പൊടി കൂടി വാങ്ങിയിട്ടുണ്ട്, മാർവൽ ടീ റെഡ് റോസ്, മാർവൽ ടീയുടെ റെഡ് റോസ്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ, നമ്മൾ കുടിക്കുന്നതിന് എന്താ പറയുക, കഴിക്കുന്നതിന് ടേസ്റ്റ് എന്ന് പറയാം, കുടിക്കുന്നതിന് ഇപ്പം എന്താ പറയുക, കുടിക്കുന്നതിന് എന്താ പറയുക. കരീന കപൂറിൻ്റെ ചിത്രമൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നുമില്ല. ഞാൻ ഒരു വട്ടം വാങ്ങി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതും ഞാൻ വാങ്ങിയത്. അടുത്തതൊരു ടൊമാറ്റോ സൂപ്പാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം നമ്മൾ നോറിൻ്റെ ഒരു ടൊമാറ്റോ സൂപ്പായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ബാമ്പിനോയുടെ സേമിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്രാവശ്യം സേമിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാമ്പിനോയുടെ ഒരു ടൊമാറ്റോ സൂപ്പാണ്. ഇവരുടെ തന്നെ ട്രൈ ഓർ അതർ സൂപ്സ്, മിക്സ് വെജ് സൂപ്പ്, മഷ്റൂം സൂപ്പ്, സ്വീറ്റ് കോൺ സൂപ്പ്, പിന്നെ ഹോട്ട് ആൻഡ് സോർ വെജിറ്റബിൾ സൂപ്പ്, അങ്ങനെ ഒരു 4 ടൈപ്പ് സൂപ്പ് വേറെയും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നോറിൻ്റെ സൂപ്പ് അത് പൊളിയാണ് കേട്ടോ. ബിസ്ക്കറ്റുകളുടെ ഒരു കൂടാരമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ബട്ടർ കുക്കീസാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ക്രീം ബിസ്ക്കറ്റാണ്. സോനു നാളെ പറയുന്നുണ്ടായിരുന്നു സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് വേണമെന്നുള്ളത്. ക്രീം ബിസ്ക്കറ്റിനെയാണ് പറയുന്നത്. നമ്മളൊക്കെ ചെറുതാകുമ്പോഴൊക്കെ ക്രീം ബിസ്ക്കറ്റ് എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് ക്രീമിക്ക എന്ന് തന്നെയല്ലേ പറയാം. ഒരു കാഷ്യൂ കുക്കീസാണ് കേട്ടോ. ചെറിയൊരു പാക്കാണ്. പിന്നെ ഒരു നട്ട്സ് കുക്കിയാണ് കേട്ടോ. നട്ട്സ് എന്ന് പറയുമ്പോൾ പിസ്ത, കാഷ്യൂ, ആൽമണ്ട് അതൊക്കെ ഉള്ള ഗുഡ് ഡേയുടെ ഒരു കുക്കീസാണ്, ഒരു ചെറിയൊരു പാക്ക്. പിന്നെ യൂണിബിക്കിൻ്റെ ഓട്ട്മീൽ കുക്കീസ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇത്രയും ബിസ്ക്കറ്റുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. എനിക്ക് എല്ലാത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയണം. നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളത് മാക്സിമം യൂസ് ചെയ്യണം. അപ്പം എല്ലാ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാലാണ് നമുക്ക് ഇനിയും പോകുമ്പോൾ വേറെ ബിസ്ക്കറ്റ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. യൂണിബിക്കിൻ്റെ ചോക്കോനട്ട് കുക്കീസ്. ഇതിൽ നിറയെ ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ മധുരമുണ്ട്. അത് വേണം പറയാൻ. ആദ്യമൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ നിർത്തി. കാരണം വരുന്നല്ല, ഭയങ്കര മധുരമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇത് യൂണിബിക്കിൻ്റെ ജീരകത്തിൻ്റെ ഫ്ലേവറുള്ള ഒരു കുക്കീസാണ്. ഇതും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കാനുള്ള ഐറ്റംസ് കഴിഞ്ഞു. പിന്നെ സോപ്പ്, വാഷിംഗ് സോപ്പ്, പിന്നെ ബാത്ത് സോപ്പ്. സാധാരണ കുറേ ബ്രാൻഡുകളൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. ഡെറ്റോളിൻ്റെ സോപ്പ് മാത്രമേ ഉള്ളൂ. ഡെറ്റോളിൻ്റെ ഒരു പിങ്കും ഉണ്ടായിരുന്നു, ഗ്രീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ എടുത്തിട്ട് വന്നു. അതുപോലെ തന്നെ 2 ബ്രാൻഡായിരുന്നു. ഒരെണ്ണിതും വേറൊന്ന് ഹെൻകോയുടെ എന്ന് തോന്നുന്നു ഒരു വാഷിംഗ് സോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലിപ്പ് വാങ്ങി. മഴക്കാലമൊക്കെ അല്ലേ, കാറ്റൊക്കെ അല്ലേ, അപ്പം നമ്മൾ വാങ്ങിച്ച ക്ലിപ്പ് തികയുന്നില്ല, എക്സ്ട്രാ ഒന്ന് വാങ്ങിയതാണ്. അപ്പം ഇതിൽ 12 എണ്ണത്തിന് 60 രൂപയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ അത്ര റേറ്റൊന്നുമില്ല, ഇപ്പോൾ ഒരു ചെറിയ റേറ്റ് അല്ലേ, അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അടുത്തത് മസ്റ്റ് ഹാവ്, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു സാധനം, ഇതൊക്കെ കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ സമാധാനം കിട്ടും. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചന്ദനത്തിരി ആണെങ്കിലാണ് വളരെ നല്ല മണം ഉണ്ടാവുക എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ഒരു കുത്തനൊരു സ്മെല്ലായിരിക്കും അത്രേ.
അതായത് സ്റ്റാൻഡേർഡ് അല്ലാത്ത പ്രൊഡക്ട്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്, ഇപ്പം നമ്മൾ ഈ മരപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട്, മരപ്പൊടിയിൽ കെമിക്കൽസ് ഒക്കെ ഇട്ടിട്ട് ചന്ദനത്തിരി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഐറ്റംസൊക്കെ ആണെങ്കിൽ ഒരു ബാഡ് സ്മെൽ അല്ല, എല്ലാ ചന്ദനത്തിരികൾക്കും ഒരു മണം ഉണ്ട്, പക്ഷെ എന്നാലും ചില ചന്ദനത്തിരികൾക്ക് ഒരു കുത്തനൊരു മണമായിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്ന ചന്ദനത്തിരി ആണെങ്കിലും കൂടി, വേറെ പുറത്തുനിന്ന് വാങ്ങുന്ന ചന്ദനത്തിരി ആണെങ്കിലും കൂടി ഒരു കുത്തുന്നൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത് മണക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ കിട്ടുന്ന ഒരു ചന്ദനത്തിരി ആണെങ്കിൽ, അസൽ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഉണ്ടാക്കുന്ന ചന്ദനത്തിരിയൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. പ്രൈസ് 100 രൂപ എന്നൊക്കെയാണ് കാണുന്നത്. ആക്ച്വലി എത്ര എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ CSD പ്രൈസും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രം ഞാനതിനെ പറ്റിയൊരു ഷോർട്സ് ഇടാം, കമ്പയർ ചെയ്തിട്ടുള്ളൊരു ഷോർട്സ് ഇടാം കേട്ടോ. നിങ്ങൾ ഒരു വട്ടം ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ അഡിക്റ്റ് ആയി പോകും. പക്ഷേ റേറ്റ് ഉണ്ട് കേട്ടോ, റേറ്റ് ഒരു കാര്യമാണ്, എങ്കിലും ഇത് നല്ലൊരു റേറ്റാണ് കേട്ടോ. നല്ല നല്ല മണമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡെറ്റോൾ തിരഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെറ്റോൾ കിട്ടിയില്ല. ഡെറ്റോളിൻ്റെ പകരം കിട്ടിയതാണ് ടൈഗർ സാനിഗേർഡ് ആൻറ്റിസെപ്റ്റിക് ഫ്ലൂയിഡ്. ഈ ഒരു ഐറ്റം സാധാരണ ഡെറ്റോളാണല്ലോ നമ്മുടെയൊക്കെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആൻറ്റിസെപ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിരിക്കുന്ന വയസ്സാണ് കേട്ടോ. ആൻറ്റിസെപ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഡെറ്റോളാണല്ലോ. ഡെറ്റോളിനെ കവച്ചേക്കാൻ ആരുമില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, എന്നാലും അതൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡിഷ് വാഷ് കൂടി ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഐറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും പർച്ചേസ് ചെയ്തു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പർച്ചേസിങ് മെൻറ്റാലിറ്റി കൂടും ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ. അപ്പം ക്യാൻറ്റീനിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യം ഉള്ള സാധനങ്ങളാണോ നമ്മൾ വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവശ്യമുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത്. പക്ഷേ ഒരു കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ പവർ വേണം. പോയി കഴിഞ്ഞാൽ ഇത് അവിടെ കാണുമ്പം നമുക്ക് അപ്പുറത്ത് നോക്കുമ്പം അതുകൂടി ഒന്ന് വാങ്ങായിരുന്നു എന്ന് തോന്നും. അങ്ങനെ നമ്മൾ വാങ്ങി പോക്കറ്റ് ചെറുതായിട്ട് കനം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ സോന് വരുമ്പോഴേക്കും ഞാൻ ഐറ്റംസൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ.